നമസ്കാരം. അയം ബ്രഹ്മ യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശിഥിലീകരണ വ്യായാമങ്ങളാണ്. ശിഥിലീകരണ വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ യോഗ ആസനാസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സന്ധികൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകളും എല്ലാ സന്ധികളും ഒരു പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ജോയിൻറ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സന്ധികളെ ഒന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ശിഥിലീകരണ വ്യായാമങ്ങൾ അഥവാ ലൂസനിങ് എക്സസൈസസ്. അപ്പോൾ നമുക്ക് ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം. കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക. കാലിൻ്റെ പെരുവിരലുകളും അതുപോലെ ഉപ്പുറ്റികളും നമ്മൾ ചേർന്നിരിക്കുക. നട്ടെല്ല് നിവർന്ന് നിൽക്കുക. രണ്ട് കൈകളും അരക്കെട്ടിൽ വയ്ക്കുക, ഇരുവശങ്ങളിലായി വയ്ക്കുക. ആദ്യമായിട്ട് നമ്മൾ കഴുത്തിൻ്റെ വ്യായാമങ്ങളാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ കണ്ണിനുള്ള വ്യായാമം കൂടി നമ്മൾ ചെയ്യും. ആദ്യം നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് തല മുകളിലേക്ക്, പരമാവധി മുകളിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ടും പരമാവധി മുകളിലേക്ക് നോക്കുക. ശ്വാസം വിടുമ്പോൾ തല സാവധാനം താഴേക്ക് കൊണ്ടുവരിക. താടി തൊണ്ടക്കുഴിയിൽ അമർത്തി വയ്ക്കുക. പരമാവധി കണ്ണുകളുകൊണ്ട് താഴേക്ക് നോക്കുക. ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക്, ശ്വാസം വിട്ട് താഴേക്ക്, മുകളിലേക്ക് ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു 5 തവണ ചെയ്യാം. അതിനുശേഷം ശ്വാസം അകത്തേക്ക് ദീർഘമായിട്ടൊന്ന് എടുക്കുക. പരമാവധി വലിച്ചു നിറയ്ക്കുക. ശ്വാസം വിടുമ്പോൾ ഇടതുവശത്തേക്ക് നമ്മൾ സാവധാനം തിരിഞ്ഞു നോക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം ഇടതുവശത്തേക്ക് നോക്കുക. കണ്ണുകൊണ്ട് പരമാവധി പുറകിലേക്ക് നോക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നേരെ വരാം. ഇനി ഇവിടുന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് തിരിയുക. പരമാവധി തിരിയുക. കണ്ണുകൊണ്ട് പരമാവധി പുറകിലേക്ക് നോക്കുക. അതുപോലെ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നേരെ വരാം. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ഇടതുവശത്തേക്ക്. ഇപ്പോൾ ശ്വാസം പൂർണ്ണമായും പുറത്ത് വിടുക. ഇനി ഇവിടുന്ന് ശ്വാസം വലിക്കാൻ തുടങ്ങുക. ശ്വാസം വലിക്കുന്നതോടൊപ്പം തന്നെ മുന്നോട്ട് നോക്കുക. ശ്വാസം വിടുമ്പോൾ വലതുവശത്തേക്ക് തിരിയുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ഈ രീതിയിൽ 5 തവണ ചെയ്യുക. 2 വശങ്ങളിലേക്കും പോകുമ്പോൾ 1 എന്ന് എണ്ണുക. അങ്ങനെ 5 തവണ ചെയ്യുക. അടുത്തത് നെക്ക് റൊട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ താടി തൊണ്ടക്കുഴിയിൽ തന്നെ ടച്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇടതുവശത്ത് കൂടെ നമ്മൾ തല ബാക്കിലേക്ക് തിരിക്കുക. അപ്പോൾ നമ്മൾ ചെവി ഈ തോളിനോട് ചേർന്ന് വരുന്നതിൽ വരിക. അവിടെ നേരെ പിറകിലേക്ക് പരമാവധി ബാക്കിലൂടെ വന്നിട്ട് വലത് ചെവി ഇവിടെ ചേർന്ന് വീണ്ടും താടി തൊണ്ടക്കുഴിയിലെത്തുക. ഇങ്ങനെ നമ്മൾ വീണ്ടും തിരിയുക. ഇതിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്ത് കൂടി പിറകിൽ വരിക. പിറകിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ഇങ്ങനെ ഒരു വശത്തേക്ക് 5 തവണ ചെയ്യുക. അതിനുശേഷം വീണ്ടും വലത് വശത്തേക്ക് ചെയ്യുക. വലത് ചെവി വലത് തോളിൽ ടച്ച് ചെയ്യുക. പിറകിലേക്ക് ഇടത് ചെവി ടച്ച് ചെയ്യുക. നേരെ താഴെ ശ്വാസം എടുക്കുക. വലത് വശത്ത് കൂടി പിറകിലേക്ക്. പിറകിലെത്തിക്കഴിഞ്ഞാൽ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴെ വരിക. ഇങ്ങനെ 5 തവണ ചെയ്യുക. നെക്ക് റൊട്ടേഷൻ. കഴുത്തിൻ്റെ മറ്റൊരു വ്യായാമം കൂടി നോക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം വിടുമ്പോൾ തല പരമാവധി ഇടതുവശത്തേക്ക് ചരിച്ച് തോളിൽ ടച്ച് ചെയ്യുന്ന പോലെ, ചെവി തോളിൽ ടച്ച് ചെയ്യുന്ന പോലെ വരിക. ശ്വാസം എടുത്ത് നിവർന്ന് വരിക. ശ്വാസം വിടുമ്പോൾ വലതുവശത്തേക്ക് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് നിവർന്ന് വരിക. ശ്വാസം വിടുമ്പോൾ ഇടതുവശത്തേക്ക്. വീണ്ടും ശ്വാസം എടുത്ത് നിവർന്ന് വരാം. ശ്വാസം വിട്ട് വലതുവശത്തേക്ക്. ഇങ്ങനെ 2 വശത്തേക്കും 5 തവണ ചെയ്യാം. അപ്പോൾ ഇത്രയും വ്യായാമങ്ങൾ നമുക്ക് കഴുത്തിൻ്റെ വ്യായാമങ്ങളായിട്ട് ചെയ്യാം. ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് കണ്ണിൻ്റെ വ്യായാമം ഇതിൻ്റെ കൂടെ കിട്ടും. അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ, ഇപ്പോൾ നമ്മുടെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതിനൊരു പരിഹാരമായിട്ട് ഇത് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴുത്തിൻ്റെ പിറകിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കും അതിനൊരു പരിഹാരമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴുത്തിൻ്റെ വ്യായാമം എല്ലാവരും ചെയ്തു തുടങ്ങുക. ശിഥിലീകരണത്തിൻ്റെ അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.